ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു വോയിസ്. ആലപ്പുഴയുടെ മനോഹാരിത കാണിച്ചുകൊണ്ടും രണ്ട് യുവഹൃദയങ്ങളുടെ പ്രണയത്തിന്റെ യാത്രയെ 7 തലങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ വളരെ മനോഹരമായ ഡോൾഫിൻ ബീച്ചിനടുത്ത് താമസിക്കുന്ന കുറച്ച് പയ്യന്മാരെ കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. പരസ്പരം ഒരുപാട് സ്നേഹമുള്ള, എല്ലാത്തിനും ഒന്നിച്ചു നിൽക്കുന്ന നല്ല കൂട്ടുകാരാണവർ. അതിലെ ഫ്രീക്കൻ പയ്യനായ കാൽപോ ആണ് ഈ കഥയിലെ നായകൻ. അവന് കാര്യമായി ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ബീച്ചിലേക്ക് വരുന്ന ഫോറിനേഴ്സിന്റെ കൂടെ ഒരു ലോക്കൽ ഗൈഡായി പോയിട്ടാണ് തൽക്കാലത്തേക്ക് ചിലവിനുള്ള പൈസ ഉണ്ടാക്കുന്നത്. അവന് കുടുംബമായി അവൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. ഒരു മദാമയെ വളച്ച് എങ്ങനെയെങ്കിലും യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയി കടന്നു കളയാനാണ് അവൻ്റെ പ്ലാൻ. അതിനായി ഒരു മദാമ കൊച്ചിനെ വളക്കാനായി ശ്രമിച്ചു. എന്നാൽ ആ പെണ്ണാണെങ്കിൽ ഒരു ദിവസം ഒരു പയ്യനെയും കൂട്ടി വന്ന് ഇവനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതും കാൽപോ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകണ്ട് അവൻ്റെ അച്ഛൻ അവനെ കളിയാക്കുകയും ചെയ്തു. ആ സമയത്താണ് അവൻ്റെ കൂട്ടുകാരൻ അവനെ ഫോൺ വിളിക്കുന്നത്. എടാ കാൽപോ, ഒരു മുട്ടം പണി ഒത്തിട്ടുണ്ട്. ഒരു മാടത്തത്തെ പിടിച്ചു കൊടുത്താൽ 5000 രൂപ തരാമെന്ന് പറയുന്നുണ്ട്. നീ വേഗം വായെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഇത് കേൾക്കേണ്ട താമസം കുറച്ച് പൈസ ആവശ്യമുള്ളതിനാൽ കാൽപോ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോവുകയും അവിടെ എത്തി മരക്കൊമ്പിലുള്ള മാടത്തത്തെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ ഉമ്മയായ സൗദ അങ്ങോട്ടേക്ക് വരുന്നത്. 4-5 വർഷമായി വളർത്തുന്ന തത്തയാണ്. നമ്മളിവിടെ പുതിയ താമസക്കാരാണ്. പുതിയ സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കൂട്ടിൽ കയറാത്തതെന്നും പറഞ്ഞു. അതൊരു സംസാരിക്കുന്ന തത്തയായിരുന്നു. എന്തായാലും ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് കാൽപോ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും മാടത്തത്തെ പിടിക്കാനായി ശ്രമിക്കുമ്പോഴാണ് വളരെ മൊഞ്ചത്തിയായ ഒരു ഉമ്മച്ചിക്കുട്ടി വെള്ള ചുരിദാറുമിട്ട് പാദസരത്തിന്റെ കിലുക്കവുമായി ഓടി വരുന്നത് കാൽപോ കാണുന്നത്. അവിടെയാണ് പ്രണയത്തിന്റെ ആദ്യഘട്ടമായ ആകർഷണം കാണിക്കുന്നത്. അവളെ കണ്ടതും കാൽപോ എന്തോ സ്പാർക്കായി ഏതോ സ്വപ്നലോകത്തിലെന്ന പോലെ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കുകയാണ്. ആദ്യ നോട്ടത്തിൽ തന്നെ അവൻ അവളോട് എന്തോ ഒരു ആകർഷണം തോന്നുകയാണ്. എന്നാൽ ഇതേ നേരം എടോ സൂക്ഷിച്ച് എന്ന് അവൾ പറഞ്ഞതും കാൽപോ കൈവിട്ട് താഴേക്ക് വീഴാനായി പോയി. ആ നേരത്താണ് ഒരു കാറിന്റെ ഹോൺ കേട്ട് ഉമ്മയും മകളും വളരെ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നത്. അതിൽ അവളുടെ ഉപ്പയായിരുന്നു. വളരെ പരുക്കൻ സ്വഭാവമുള്ള പോലീസുകാരനായിരുന്നു അവളുടെ ഉപ്പ. ഇതേ നേരം കാൽപോ ആണെങ്കിൽ കൊമ്പിൽ നിന്നും കൈ പിടിവിട്ട് മാടത്തത്തയുമായി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തിരുന്നു. വീട്ടിലേക്ക് എത്തിയ കാൽപോ തനിച്ച് സംസാരിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ ഇവൻ മദാമ്മമാരെ വീട്ടിലും വിളിച്ചു കയറ്റിയോ എന്നും പറഞ്ഞ് ആരാടി എന്ന് ചോദിച്ച് കാൽപോയുടെ റൂമിലേക്ക് കയറിയപ്പോഴാണ് അവൻ ആ തത്തയും കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ആ സമയത്താണ് ആ തത്ത തുമ്പി തുമ്പി എന്ന് വിളിക്കുന്നത്. ഇത് കേട്ട കാൽപോ അതിന് വിശക്കുന്നത് കൊണ്ടാണെന്ന് കരുതി അവൻ്റെ അപ്പനോട് കുറച്ച് തുമ്പിയെ പിടിച്ചു വരാനായി പറയുകയാണ്. അത് കേട്ട അച്ഛനാണെങ്കിൽ നിനക്ക് നിന്റെ അലവലാതി കൂട്ടുകാർക്കും ചിലവിന് തരുന്നത് പോരാതെ ഇനി രാത്രി തുമ്പിയെ പിടിക്കാനും പോകണല്ലേടാ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്തു. കാൽപോ ആണെങ്കിൽ ഇതേ നേരം ആ തത്തയെ OLX-ലിട്ട് വിൽക്കാനുള്ള പ്ലാനിലായിരുന്നു. എന്നാൽ ആ ആഡ് കണ്ട ആ പെൺകുട്ടി 2 പയ്യന്മാരെയും കൂട്ടി കാൽപോയുടെ വീട് കണ്ടുപിടിച്ച് അതിനെ തിരിച്ചു കൊണ്ടുപോകാനായി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവളെ കണ്ടതും കാൽപോ വീണ്ടും വളരെ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കുകയാണ്. കാൽപോ ആവശ്യപ്പെട്ട പണവും കൊടുത്ത് അവൾ അവിടെ നിന്ന് പോവാനായി നോക്കുമ്പോഴാണ് കാൽപോ അവളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. അവൾ ദേഷ്യപ്പെട്ട മുഖഭാവവുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശേഷം സീൻ കട്ടായി മമ്മൂക്കയുടെ പുതിയ മൂവി കാണാനായി തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്ന കാൽപോയും ഗ്യാങ്ങിനെയുമാണ് കാണിക്കുന്നത്. അവിടേക്ക് കാൽപോയുടെ ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടായ റീനയും ടീമും വരികയാണ്. റീനയുടെ കൂടെ ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളെ കണ്ടതും കാൽപോ മനസ്സിൽ ലഡു പൊട്ടിയ പോലെ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കുകയാണ്. അവർ വരുമ്പോഴേക്കും ടിക്കറ്റ് തീർന്നു പോയതിനാൽ റീന കാൽപോയുടെ സഹായം ചോദിക്കുകയാണ്. എന്നാൽ നിന്റെ പുതിയ ഫ്രണ്ട് വന്ന് ചോദിച്ചാൽ ടിക്കറ്റൊക്കെ സെറ്റാക്കി തരാമെന്ന് കാൽപോ മറുപടി പറഞ്ഞു. ആ പെൺകുട്ടിയാണെങ്കിൽ വീട്ടുകാരോടൊന്നും ചോദിക്കാതെയായിരുന്നു സിനിമക്ക് വന്നിരുന്നത്. ഇനി ഇവരുടെ കൂടെയൊന്നും ഇങ്ങനെയൊന്നും വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അവൾ കാൽപോയോട് ടിക്കറ്റ് തരാമോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ടിക്കറ്റൊക്കെ തരാമെന്ന് കാൽപോ പറഞ്ഞതുകൊണ്ട് അവൾ തുമ്പി എന്നാണ് പേരെന്ന് പറഞ്ഞ് മൂവി കാണാനായി ഉള്ളിലേക്ക് പോയി. കാൽപോയും വളരെ സന്തോഷത്തോടെ അവന്റെ ഗ്യാങ്ങിന്റെ കൂടെ തിയേറ്ററിനുള്ളിലേക്ക് പോയി. അവരെല്ലാവരും വളരെ ആസ്വദിച്ച് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറെ പയ്യന്മാർ ഒരു കാരണവുമില്ലാതെ വൈകി വന്ന് തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ആവശ്യമില്ലാതെ ഷോ ഇറക്കുന്നത്. ഇത് കണ്ട് കാൽപോയും ടീമും ദേഷ്യം വന്ന് അവന്മാരെ പിടിച്ച് തല്ലുകയും ചെയ്തു. അതേ സമയത്ത് പോലീസ് വരികയും പോലീസ് വരുന്ന സമയത്ത് കാൽപോ അവരെ തല്ലുന്നത് കണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാനായി നോക്കുന്ന സമയത്ത് തുമ്പി ഉറക്കെ പറഞ്ഞു അവരെല്ലാം തെറ്റ് ചെയ്തത് മറ്റേ പയ്യന്മാരാണെന്ന്. ഇത് കേട്ട് കാൽപോ വീണ്ടും സ്നേഹത്തോടെ അവളെ തന്നെ നോക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ള ആൾക്കാരും അവരെല്ലാം മറ്റേ പയ്യന്മാരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പറഞ്ഞു. അത് കേട്ട പോലീസ് അവന്മാരെ പിടിച്ചുകൊണ്ടു പോവുകയും കാൽപോയും ടീമിനെയും വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ അതിലൊരു പയ്യൻ നിനക്കുള്ള പണി ഞാൻ തരുമെന്നുള്ള ഭാവത്തിൽ കാൽപോയെ തന്നെ തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു.
അവിടെ സീൻ കട്ടായി. ശേഷം തുമ്പി അവളുടെ വീട്ടിലേക്ക് പോകുന്നതായാണ് കാണിക്കുന്നത്. അവളുടെ ഉപ്പയുടെ വണ്ടി പുറത്ത് കണ്ടതിനാൽ അവൾ വളരെ പേടിച്ചാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇതേ സമയം അവളുടെ ഉപ്പ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുമ്പി കുത്തോട്ട് നോക്കി അവളുടെ റൂമിലേക്ക് കയറാനായി നോക്കുമ്പോഴാണ് തുമ്പി നീ എവിടെ പോയിരുന്നെന്ന് അവളുടെ ഉപ്പ ചോദിക്കുന്നത്. കോളേജിലേക്കാണെന്ന് വളരെ പേടിയോടെ അവൾ മറുപടി പറഞ്ഞു. കോളേജൊക്കെ രാവിലെയല്ലേ, അതുവരെ മോൾ എവിടെ പോയിരുന്നു എന്ന് ഉപ്പ വീണ്ടും ചോദിച്ചു. വേറെ വഴിയില്ലാതെ റീനയുടെ കൂടെ സിനിമക്ക് പോയതാണെന്ന് തുമ്പിക്ക് പറയേണ്ടി വന്നു. ആരോട് ചോദിച്ചിട്ടെന്ന് ഉപ്പ ചോദിക്കുകയാണ്. ഇതേ സമയത്താണ് അവളുടെ ഉമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. തുമ്പി മറുപടിയൊന്നും പറയാതെ പേടിച്ചുകൊണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഇതേ നേരം ഉപ്പ ഉമ്മയോട് ചോദിക്കുകയാണ്, നീയാണോ ഇവളെ സിനിമക്ക് പറഞ്ഞു വിട്ടത്? നീ ആരോട് ചോദിച്ചിട്ടാടി സിനിമക്ക് പറഞ്ഞു വിട്ടത് എന്നും പറഞ്ഞ് ഒരു സൈക്കോ പോലെ സൗദയെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെ തുമ്പി ഒരക്ഷരം മിണ്ടാതെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി സാഡ് സോങ്ങും പ്ലേ ചെയ്ത് ഹെഡ്സെറ്റും വെച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ സീൻ കട്ടായി. ശേഷം പിറ്റേ ദിവസം രാവിലെ റീനയും തുമ്പിയും കൂടെ കോളേജിലെ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു നെയ്ത്ത് കമ്പനിയിൽ പോവുകയാണ്. അവിടേക്ക് കാൽപ്പോയും കുറച്ച് ഫോറിനേഴ്സിനെയും കൂട്ടി വന്നിരുന്നു. തുമ്പിയെ കണ്ടതും കാൽപ്പോ അവനെ തിയേറ്ററിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിനാൽ തുമ്പിയോടൊരു നന്ദി പറയുകയാണ്. കൂടാതെ വീട്ടിൽ നല്ല പ്രശ്നമായെന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞു. റീന കാൽപ്പോയോട് അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും സീനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ഡീലാക്കാം. നിന്റെ ബാപ്പയും OLX ഇട്ടാലോ, നമ്മൾക്ക് വിൽക്കാടോ എന്ന് കാൽപ്പോ പറഞ്ഞതും അത് കേട്ട് തുമ്പി ചിരിക്കുകയും ചെയ്തു. അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് റീനയുടെ കൂടെ അവർ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ എന്തോ ഒരു സ്പാർക്ക് രണ്ടുപേരുടെ ഉള്ളിലും വരികയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം റീന കാൽപ്പോയോട് നിനക്ക് റെയിൽവേ സ്റ്റേഷനിലെ ചേച്ചിയെ പരിചയമില്ലേ എന്നും ഒറ്റപ്പാലത്ത് തുമ്പിയുടെ ഒരു ഉമ്മുമ്മയുണ്ട്, അവളുടെ വീട്ടിൽ ഉപ്പയില്ലാത്ത സമയത്തെ അവൾക്ക് അവിടെ പോവാൻ പറ്റൂ എന്നും നീ ഒന്ന് ടിക്കറ്റ് സെറ്റാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട കാൽപ്പോ സന്തോഷത്തോടെ ടിക്കറ്റ് ഒപ്പിക്കുകയും ചെയ്തു. എന്നാൽ റീനയ്ക്ക് പകരം കാൽപ്പോ അവന്റെ പേരിലായിരുന്നു ഒരു ടിക്കറ്റ് എടുത്തിരുന്നത്. ഇത് മനസ്സിലാക്കിയ റീന കാൽപ്പോയെ വിളിച്ച് ഇതൊന്നും അവൾക്ക് ഇഷ്ടമാവില്ലെന്നും പറഞ്ഞു. എന്നാൽ കാൽപ്പോ ആണെങ്കിൽ നീ പറഞ്ഞ അവൾ കേൾക്കും, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തായെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് സുന്ദരനായി അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായി നോക്കുമ്പോഴാണ് ഇന്ന് നിന്റെ അമ്മയുടെ ജന്മദിനമല്ലേ, പള്ളിയിൽ പോവണ്ടേ എന്ന് അവന്റെ ഡാഡ വന്ന് പറയുന്നത്. അത് കേട്ട അവനാണെങ്കിൽ ഒരു പെൺകുട്ടി എന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ഡാഡയുടെ കൂടെ പള്ളിയിൽ പോകാൻ പറ്റാത്തതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരം അവൻ എത്താൻ വൈകിയതും ട്രെയിൻ മിസ്സാവുകയും ചെയ്തു. അടുത്ത സ്റ്റോപ്പ് ചേർത്തലയിലാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ വണ്ടി എടുത്ത് പറപ്പിച്ചു വിട്ടു. അങ്ങനെ ഓടി ഓടി ട്രെയിനടുത്ത് എത്തുകയും അതിൽ കയറി തുമ്പിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. ശേഷം അവള് കാണാതെ മറിഞ്ഞു നിന്ന് ഫോണെടുത്ത് പിങ്ക് ഡ്രസ് അത്ര പോരാ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് വായിച്ച് അവൾ ചിരിച്ചുകൊണ്ട് കാൽപ്പോ വന്നെന്ന് കരുതി അവന് ചുറ്റും നോക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ശേഷം അവർ ഓരോന്ന് സംസാരിച്ച് അവരുടെ ഉമ്മമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഉമ്മുമ്മ അവളുടെ ഉമ്മയുടെ പഴയ കഥകളൊക്കെ പറയുകയാണ്. അവളുടെ ഉമ്മയ്ക്ക് ഒരിഷ്ടമുണ്ടായിരുന്നു, എന്നാൽ ഉപ്പയും ആങ്ങളമാരും അതിനെ എതിർത്തിരുന്നു. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അയാൾ അവളുടെ ഉമ്മയെ കല്യാണം കഴിച്ചിരുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാൽപ്പോ അങ്ങോട്ടേക്ക് വരുന്നത്. ഉമ്മ കാൽപ്പോയോട് വളരെ സ്നേഹത്തോട് സംസാരിച്ച് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ഡാഡ മാത്രമേ ഉള്ളൂ എന്നും അമ്മ മരണപ്പെട്ടു എന്നും കാൽപ്പോ പറഞ്ഞു. ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് തുമ്പി കാൽപ്പോയുടെ അമ്മയെ പറ്റി ചോദിക്കുന്നത്. അമ്മയുടെ കാര്യം എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് അവൾ ചോദിക്കുകയാണ്. മമ്മ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെയാണെന്ന് കാൽപ്പോ മറുപടി പറഞ്ഞു. ഇത് കേട്ട തുമ്പി അവനോട് എന്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷി അതിന്റെ ആയുസ് മുഴുവൻ പറന്നാലും തണൽ തീരാത്തൊരു മരമുണ്ട്. 7ാം കടലിനപ്പുറത്ത് പരമസീമയിലെ സിതരവൃക്ഷം, അതിന്റെ തൊട്ടടുത്താണ് സ്വർഗം. നമുക്ക് മുന്നേ പോയവർ, നമ്മളെ ഒരുപാട് സ്നേഹിച്ചവർ നമ്മെ കാത്ത് അവിടെ ഉണ്ടാവും. കാൽപ്പോയുടെ മമ്മ കാൽപ്പോയെ കാത്ത് അവിടെ ഉണ്ടാകുമെന്ന് തുമ്പി പറഞ്ഞു. ആ വാക്കുകൾ കാൽപ്പോയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഒരുപാട് സംസാരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. തുമ്പി അവളുടെ വീട്ടിനുള്ളിൽ കയറുന്നത് വരെ കാൽപ്പോ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം വീട്ടിലേക്ക് എത്തിയ കാൽപ്പോ ആണെങ്കിൽ രാത്രി ടെറസിന്റെ മുകളിൽ കയറി ഒരു പായയും വിരിച്ച് അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് കിടക്കുകയാണ്. ഇതേ നേരം അവന്റെ ഡാഡ മുകളിലേക്ക് വന്ന് ഇവിടെ എന്താണ് ഒരു കാമുകന്റെ മണം, എന്തിനാണ് ഒറ്റപ്പാലത്തേക്ക് പോയതെന്ന് ചോദിച്ചു. അത് സമയമാവുമ്പോൾ പറയാമെന്ന് കാൽപ്പോയും പറഞ്ഞു. ഇത് കേട്ട ഡാഡ എന്നോട് നീ സമയമാവുമ്പോൾ പറഞ്ഞാൽ മതി, പക്ഷെ ആ പെണ്ണിനോട് നീ സമയത്ത് തന്നെ പറയണം. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയാണ് ഇഷ്ടം, പറയേണ്ട കാര്യം കൃത്യമായി പറയണമെന്നും പറഞ്ഞു. ഇത് കേട്ട കാൽപ്പോ അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ ഡാഡയുടെ വാക്ക് കേട്ട് മുടിയൊക്കെ മുറിച്ച് ഫുൾ സ്റ്റൈലൊക്കെ മാറ്റി തുമ്പിയെ കാണാനായി പോയി. അന്ന് അവളുടെ കോളേജിൽ ഒരു ഫെസ്റ്റ് നടക്കുകയായിരുന്നു. ഇതേ നേരം തുമ്പിയാണെങ്കിൽ ഒപ്പനയ്ക്ക് പുതുനാരിയായി വളരെ സുന്ദരിയായി ഇരിക്കുകയായിരുന്നു.
തുമ്പിയുടെ സൗന്ദര്യം കണ്ട് അവൻ തുമ്പിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാൽപ്പോയുടെ പുതിയ ലുക്ക് തുമ്പിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവിടെ വെച്ച് കാൽപ്പോ അവന്റെ ഇഷ്ടം തുറന്നു പറയാനായി നോക്കുന്ന സമയത്ത് പരിപാടിക്ക് സമയമായതുകൊണ്ട് അവളുടെ കൂട്ടുകാർ വന്ന് അവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ശേഷം ഒപ്പനയൊക്കെ കഴിഞ്ഞു വന്ന തുമ്പിയോട് കാൽപ്പോ തന്റെ ഇഷ്ടം തുറന്നു പറയാനായി ശ്രമിക്കുകയാണ്. എന്റെ ഈ ലോകം എന്ന് പറയുന്നത് എന്റെ ഡാഡയും ഡോൾഫിൻ ബീച്ചുമാണെന്ന് പറഞ്ഞതും ഡോൾഫിൻ ബീച്ച് എന്ന് കേട്ട് അവൾ വളരെ അത്ഭുതത്തോടെ അവിടെ ഡോൾഫിൻസ് ഒക്കെ ഉണ്ടാവുമോ, എനിക്ക് അതിനൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ട കാൽപ്പോ ആണെങ്കിൽ വിഷയം മാറ്റി അതിനെന്താ, ഞാൻ കാണിച്ചു തരാലോ എന്ന് പറഞ്ഞു. എന്നാൽ കാൽപ്പോ ആണെങ്കിൽ ഇതുവരെ ഡോൾഫിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെന്നറിഞ്ഞ അവന്റെ ഡാഡ ഉണക്ക കാമുകൻ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഇതേ നേരം കാൽപ്പോ ആണെങ്കിൽ ഡാഡ എപ്പോഴെങ്കിലും ഡോൾഫിൻസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ കണ്ടത്ര ഡോൾഫിൻസിനെ വേറെ ആരും കണ്ടു കാണില്ല. മനസ്സിൽ പ്രണയമുള്ളവരുടെ മുന്നിൽ മാത്രമേ ഡോൾഫിൻസ് ഇണകളായി പ്രത്യക്ഷപ്പെടൂ എന്ന് ഡാഡ പറഞ്ഞു. കാൽപ്പോ തുമ്പിയെയും കൂട്ടി ഡോൾഫിൻ ബീച്ചിനടുത്തേക്ക് പോവുകയാണ്. അവന്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടി അവർ 3 പേരും കടലിന് നടുവിലൂടെ മുന്നോട്ട് പോയിട്ടും ഡോൾഫിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായ ആളാണെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം, ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കാൽപ്പോയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ തോണി തിരിക്കാനായി നോക്കുമ്പോഴാണ് അവരുടെ തോണിയുടെ അടിയിലൂടെ ഡോൾഫിൻസ് വരുന്നതും തോണിയൊന്ന് ആടുകയും തുമ്പി കാൽപ്പോയുടെ കയ്യിലും പിടിച്ചു. ഇത് കണ്ട് സ്നേഹത്തോടെ കാൽപ്പോ അവളെ തന്നെ നോക്കുകയാണ്. ആ സമയത്താണ് ഒരുപാട് ഡോൾഫിൻസ് വെള്ളത്തിനടിയിൽ മുങ്ങിയും പൊങ്ങിയും നിൽക്കുന്നത്. ആ ഭംഗിയുള്ള കാഴ്ച അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു. അതേ നേരം മഴ പെയ്യുകയും അവർ വീണ്ടും തിരിച്ചു കരയിലേക്ക് കയറുകയും അവിടെ ഒരു മനോഹരമായ സ്ഥലത്തിരിക്കുകയാണ്. അവിടെ വെച്ച് തുമ്പി കടലിൽ മഴ പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട കാൽപ്പോ ഇവിടെ അരയന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, സംഭവം കുറച്ച് ക്ലീശയാണ്, മനസ്സിൽ പ്രണയമുള്ളവരുടെ മുന്നിൽ മാത്രമേ ഡോൾഫിൻ ഇണകളായി പ്രത്യക്ഷപ്പെടൂ എന്ന് പറഞ്ഞു. അത് കേട്ട് തുമ്പിക്ക് കുറച്ച് നാണമൊക്കെ ആവുന്നുണ്ട്. അത് കണ്ട കാൽപ്പോ ഡാഡ പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞു. ഡാഡയോട് പറഞ്ഞിട്ടാണോ എന്റെ കൂടെ വന്നത് എന്ന് തുമ്പി ചോദിക്കുകയാണ്. എന്റെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഞാൻ ഡാഡയോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് കാൽപ്പോ പറഞ്ഞു. അത് കേട്ട് തുമ്പിക്ക് നല്ല സന്തോഷമാവുകയും ശേഷം അവിടെ നിന്ന് പോവാനായി നോക്കുമ്പോൾ ഈ അരയന്മാരുടെ വിശ്വാസം സത്യമാണ് കേട്ടോ, നിന്റെ ഡാഡ സൂപ്പർ ആണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അത് കേട്ട കാൽപ്പോ ആണെങ്കിൽ സന്തോഷം കൊണ്ട് കോരി തരിഞ്ഞു നിൽക്കുകയാണ്. ശേഷം വീട്ടിലേക്ക് എത്തിയ കാൽപ്പോ അവളെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. അവളുടെ ഉപ്പ വീട്ടിലില്ലെന്ന് പറയുന്നത് കേട്ട അവന്റെ കൂട്ടുകാരൻ, ഇതൊരു സിഗ്നലാണ്, ഈ വക കാര്യങ്ങളൊന്നും പെൺകുട്ടികൾ ഡയറക്റ്റ് പറയാറില്ല, നീ പെട്ടെന്ന് തന്നെ അവളെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അവന് പിരികേറ്റി വിടുകയാണ്. അവനാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി അവന്റെ ഡാഡിയോട് കാര്യം ചോദിക്കാനായി പോകുന്ന സമയത്ത് ഡാഡി ആണെങ്കിൽ അടിച്ച് ഫിറ്റായി കിടക്കുകയായിരുന്നു. പിന്നെ അവനൊന്നും ചിന്തിക്കാതെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവൻ അവളുടെ വീടിന്റെ മതിൽ ചാടാനായി നോക്കുമ്പോഴാണ് അവളുടെ വീടിന്റെ ഉള്ളിൽ നിന്നും വേറൊരാൾ തിരിച്ചു മതിൽ ചാടുന്നത്. അതൊരു കള്ളനായിരുന്നു. അയാളെ കാൽപ്പോയ്ക്ക് അറിയാമായിരുന്നു. അയാൾ കാര്യം ചോദിച്ചതും കാൽപ്പോ കാര്യങ്ങളൊക്കെ അയാളോട് പറയുകയും ചെയ്തു. അയാൾ ഉടനെ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചൊരു സാധനം കാൽപ്പോയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കാൽപ്പോ ഉടനെ തന്നെ അവളെ ഫോൺ വിളിച്ച് എനിക്ക് ഇപ്പോ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഇപ്പോഴോ നാളെ കാണാമെന്ന് തുമ്പി മറുപടി പറഞ്ഞെങ്കിലും ജനാല തുറക്കാനായി അവൻ ആവശ്യപ്പെട്ടു. അവൾ ജനാല തുറന്നതും കാൽപ്പോയെ കണ്ട് ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ച് പെട്ടെന്ന് തന്നെ അവനോട് അവിടെ നിന്ന് പോവാനായി പറഞ്ഞു. എന്നാൽ അവനാണെങ്കിൽ ആ കള്ളൻ മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുക്കാനായി നോക്കുമ്പോൾ ജനാലയിലൂടെ അത് കൊടുക്കാൻ പറ്റാത്തതിനാൽ അവൾ വാതിൽ തുറന്നതും കാൽപ്പോ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ അവിടെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തു നിന്നൊരു വലിയ ശബ്ദം കേൾക്കുന്നത്. പുറത്ത് കള്ളനുണ്ടെന്ന് മനസ്സിലാക്കിയ അവളുടെ ഉമ്മ അവളുടെ റൂമിനടുത്തേക്ക് ഓടി വന്ന് ഡോറിന് മുട്ടുകയാണ്. ഇത് കേട്ട് പേടിച്ചു പോയ കാൽപ്പോ ഡോറിന്റെ പുറകിലേക്ക് ഒളിഞ്ഞു നിന്നു. തുമ്പിയാണെങ്കിൽ വളരെ പേടിയോടെ കതക് തുറക്കുകയും പുറത്ത് കള്ളൻ കയറിയിട്ടുണ്ട്, ജനലും വാതിലൊന്നും തുറന്നിടരുത് എന്ന് പറഞ്ഞ് ഉമ്മ അവിടെ നിന്ന് പോവാനായി നോക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ കാൽപ്പോയെ കാണുന്നത്. അത് കണ്ടതും ഉമ്മ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. ശേഷം തുമ്പിയും കാൽപ്പോയും എല്ലാ കാര്യങ്ങളും ഉമ്മയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ഉമ്മയാണെങ്കിൽ മോൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാണ്, ഇവൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, മോൻ പറയുന്ന അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പറ്റിയ വീടല്ല, ഇനി മോൻ ഇവളെ വിളിക്കരുതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം തുമ്പി കാൽപ്പോയെയും കാൽപ്പോ തുമ്പിയെയും വിളിച്ചിരുന്നില്ല. കാൽപ്പോ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അവന്റെ ഡാഡ അവനെ സമാധാനിപ്പിക്കുകയാണ്. പ്രേമിക്കാൻ പോയാ ഇങ്ങനെയുള്ള വിഷയമൊക്കെ ഉണ്ടാവും, അതൊക്കെ നേരിടാൻ പഠിക്കണം. ഒരുത്തൻ പ്രേമിക്കാൻ തുടങ്ങിയാൽ ദുനിയാവ് മൊത്തം അവനെതിരെ നിൽക്കും, അതിനെയൊക്കെ നെഞ്ചും വിരിച്ച് നേരിടാൻ പറ്റുന്നവനാണ് യഥാർത്ഥ കാമുകൻ. ഇന്ന് തന്നെ നീ അവളെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട കാൽപ്പോ തുമ്പിയെ കാണാനായി റീനയുടെ സഹായം ചോദിക്കുകയാണ്. എന്നാൽ റീനയ്ക്ക് അവളുടെ ഉപ്പയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തുമ്പിയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിൽ വരുന്നത് കാൽപ്പോ കാണുന്നു. ഉടനെ തന്നെ ഡ്രൈവറെ പിടിച്ച് പുറത്താക്കി തുമ്പിയെയും കൂട്ടി ഒരു റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോയി വണ്ടി നിർത്തി.
ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്ത തുമ്പി എന്ന് ചോദിച്ചു. എനിക്ക് പേടിയ കാൽപ്പോ, എന്റെ ഉമ്മ വെറും പാവമാണ്, അവരെ ഇനിയും തീറ്റിക്കാൻ എനിക്ക് വയ്യ. എന്റെ ഉപ്പയുടെ സ്വഭാവം കാൽപ്പോയ്ക്ക് അറിയാനിട്ടാണെന്ന് പറഞ്ഞു. ഇത് കേട്ട കാൽപ്പോ ആണെങ്കിൽ ഇതെന്താ നേരത്തെ പറയാതെ എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശേഷം കുറെ ദിവസം കാൽപ്പോ വളരെ സങ്കടത്തോടെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കാൽപ്പോയുടെ വീട്ടിലേക്ക് അവന്റെ കസിനും ഫാമിലിയും വരികയാണ്. എന്നാൽ കാൽപ്പോ അവരോടൊക്കെ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഇപ്പോഴേക്ക് തുമ്പിയെ അത്രയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരം അവൻ അവന്റെ കസിനെയും കൂട്ടി ആലപ്പുഴയുടെ ഭംഗിയൊക്കെ കാണിക്കാനായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ആ സമയത്താണ് ഓട്ടോയിൽ വരുന്ന തുമ്പി കാൽപ്പോയെ ആ പെൺകുട്ടിയുടെ കൂടെ കാണുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന് തുമ്പി ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങി, കാൽപ്പോ നീ വന്നേ, വണ്ടിയെടുത്ത് എനിക്ക് നിന്റെ ഡാഡിയെ കാണണമെന്ന് പറഞ്ഞു. കാൽപ്പോ ആണെങ്കിൽ മറുപടിയൊന്നും പറയാതെ അവന്റെ ഫ്രണ്ടിനോട് കസിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി പറഞ്ഞ് തുമ്പിയെയും കൂട്ടി അവന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോവുകയാണ്. കാൽപ്പോയുടെ ഡാഡി ആണെങ്കിൽ തുമ്പിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ മോളെന്താ പറയാതെ വന്നത് എന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഉള്ളിലേക്ക് പോയി ഒരുപാട് സംസാരിക്കുകയാണ്. ഡാഡിയോട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുകയും വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും അങ്ങനെ തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം അടുക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ പ്രണയം സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തുമ്പി കാൽപ്പോയോട് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് അവളുടെ ഉപ്പ കേൾക്കുന്നത്. ഫോണിൽ ആരായിരുന്നു തുമ്പി? ഫ്രണ്ട് ആണെന്ന് വളരെ പേടിയോടെ അവൾ മറുപടി പറഞ്ഞു. ഫ്രണ്ടോ? ആ ഫോണൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവളുടെ ഫോണിലേക്ക് നോക്കി. ആഹാ, കൽബോ? കൽബ് എന്നാണോ നിന്റെ ഫ്രണ്ടിന്റെ പേര്? ഈ കൽബ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ച് ആ ഫോണ് ടോയ്ലറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വന്ന അവളുടെ ഉമ്മയോട്, ആഹാ വന്നല്ലോ, നിന്റെ ഉമ്മക്ക് അറിയാൻ പറ്റും കൽബ് എന്ന് വെച്ചാൽ എന്താണെന്ന്, നിന്റെ പഴയ എക്സ്പീരിയൻസ് വെച്ച് കൽബ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കടേ എന്നും പറഞ്ഞ് അവളുടെ ഉമ്മയെ അടിക്കാൻ നോക്കുമ്പോഴാണ് തുമ്പി ആദ്യമായി പ്രതികരിക്കുന്നത്. ഞാനല്ലേ തെറ്റ് ചെയ്തത്, അതിന് എന്നെയല്ലേ അടിക്കേണ്ടത്, ഇനി ചെയ്യാത്ത തെറ്റിന് എന്റെ ഉമ്മച്ചി ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവൾ അയാളെ തടഞ്ഞു. അയാളാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നീ എന്തൊക്കെയാ തുമ്പി കാണിക്കുന്നത് എന്ന് അവളുടെ ഉമ്മ ചോദിക്കുകയാണ്. തുമ്പി ഉടനെ തന്നെ ഫോൺ എടുത്ത് കാൽപ്പോയെ വിളിച്ച്, നീ പെട്ടെന്ന് തന്നെ എന്നെ കൂട്ടാൻ എന്റെ വീട്ടിലേക്ക് വരണം, ഇനി ഞാൻ ഇവിടെ നിന്ന് ഞാൻ ചത്തുപോകുമെന്നും പറഞ്ഞ് അവൾ കരയുകയാണ്. അത് കേട്ട് കാൽപ്പോ ആകെ പേടിച്ച് പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് എത്തി അവളെയും കൂട്ടി പോവുകയാണ്. എന്നാൽ പകുതിയിൽ എത്തിയപ്പോൾ തുമ്പി, എന്റെ ഉമ്മച്ചി അയാൾ കൊല്ലും, നമുക്ക് തിരിച്ചു പോവാമെന്നും പറഞ്ഞ് കരയാനായി തുടങ്ങി. ഇതേ നേരെ കാൽപ്പോ പുറകിലേക്ക് തിരിഞ്ഞിരുന്ന് അവളെ സമാധാനിപ്പിക്കുമ്പോൾ മുന്നിലെ പോയൊരു വണ്ടിയെ കാൽപ്പോയുടെ വണ്ടി ഇടിക്കുകയും അയാൾ വീഴുകയും ചെയ്തു. കാൽപ്പോ ആകെ പേടിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എന്ന് ചോദിക്കുമ്പോഴാണ് മുൻപ് കാൽപ്പോയുമായി തിയേറ്ററിൽ വെച്ച് അടിയുണ്ടാക്കിയ പയ്യന്മാർ അങ്ങോട്ട് വരുന്നത്. അവന്മാർ അന്നത്തെ പക തീർക്കാനായി കിട്ടിയ അവസരം മുതലാക്കി കാൽപ്പോയെ തല്ലാനായി തുടങ്ങി. കാൽപ്പോയും തിരിച്ചു തല്ലിയെങ്കിലും കുറെ ആളുകൾ ഉള്ളതിനാൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ തുമ്പിയേയും കൂട്ടി അവിടെ നിന്ന് ഓടി ഒരു റെയിൽവേ ട്രാക്ക് കടന്നു കിട്ടിയതും ആ പയ്യന്മാർ ട്രെയിൻ പോകുന്നത് വരെ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ട്രെയിൻ പോയ സമയത്ത് കാൽപ്പോയുടെ കൂടെ അവന്റെ കൂട്ടുകാരും എത്തിയിരുന്നു. അവിടെ സീൻ കട്ടായി. ശേഷം ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ആ സ്റ്റേഷനിൽ തുമ്പിയുടെ ഉപ്പ വരുന്നതായി കാണിക്കുന്നു. അവിടെ തുമ്പിയും അവളുടെ ഉമ്മയും ഉണ്ടായിരുന്നു. തുമ്പിയുടെ ഉപ്പയെ കണ്ട ഉടനെ അവിടെയുള്ള പോലീസുകാരൻ, സാർ, ഇവർ ആ ഹൈവേയുടെ അടുത്ത് നിന്ന് വലിയ തല്ലും ബഹളവുമായിരുന്നു. സാറിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോയിക്കോളാൻ പറഞ്ഞതാ, പക്ഷെ ഇവരെ കൂടി വിട്ടാലേ പോവാൻ പറ്റൂ എന്ന് മോൾ പറഞ്ഞതുകൊണ്ടാ സാറിനെയും മാഡത്തിനെയും വിളിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഇതേ നേരം കാൽപ്പോയുടെ അച്ഛൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ട അയാൾ അത് കാൽപ്പോയുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കി അയാളെ ഉള്ളിലേക്ക് വിളിച്ച് നല്ല പോലെ ഉപദ്രവിച്ചു. അത് കണ്ട് അവർക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ശേഷം ഇനി എന്റെ മകളുടെ പരിസരത്ത് നിങ്ങളുടെ മകനെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ശേഷം തുമ്പിയുടെ കോളേജിൽ നിന്നും TCയും വാങ്ങി അവർ അവിടെ നിന്ന് പോകാനുള്ള പ്ലാനിലായിരുന്നു. ഇതറിഞ്ഞ കാൽപ്പോ അവളുടെ വീട്ടിലേക്ക് പോകാനായി നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സും ഫാമിലിയും അവനെ തടയുകയും തുമ്പിയെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള പ്ലാനും കണ്ടെത്താനായി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അയൽവാസിയായ ട്രീസമ്മ ഒരു ഐഡിയ പറയുന്നത്. അവൻ അവന്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു. കൂടാതെ കാൽപ്പോയുടെ അച്ഛന് അവരോട് ചെറിയൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. കാൽപ്പോയുടെ ഒരു കസിന്റെ വീട് മലേഷ്യയിൽ ഉണ്ടായിരുന്നു. മലേഷ്യയിലേക്ക് അവരെ പറഞ്ഞുവിടാനായിരുന്നു ട്രീസമ്മ പറയുന്നത്. ആളൊരു വക്കീലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുബുദ്ധിയൊക്കെ അറിയാമായിരുന്നു. ഈ കാര്യം റീന ഉടനെ തുമ്പിയുടെ ഉമ്മയെ വിളിച്ച് അറിയിക്കുകയും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പിയുടെ റൂമിലേക്ക് കുറച്ച് ഡ്രസ്സുമായി പോയി അതിന്റെ ഉള്ളിൽ ഉമ്മ ഫോൺ വെച്ചു കൊടുക്കുകയും തുമ്പി ആ ഫോണിൽ കാൽപ്പോയോട് സംസാരിക്കുകയാണ്. ഉപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് കാൽപ്പോ കോള് കട്ട് ചെയ്തു. ശേഷം ഉപ്പ പോകുന്നതിനായി അവൾ കാത്തു നിൽക്കുകയാണ്. ഉപ്പയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്ന്, സൗദ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാനുണ്ടാവില്ല, സ്റ്റേഷനിൽ ഇന്ന് നല്ല തിരക്കാ, ആ ഡോൾഫിൻ ബീച്ചിനടുത്തു നിന്നും കുറച്ച് പയ്യന്മാരെ പൊക്കിയിട്ടുണ്ട്, തായ്ലാൻഡിലേക്ക് മരുന്ന് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട് തുമ്പിയും ഉമ്മയും ആകെ ഒന്ന് ഞെട്ടി. അവർ മനസ്സിൽ കരുതിയ പോലെ തന്നെ
കാൽപോയോ അവന്റെ ഗ്യാങ്ങിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ഈ സാധനം നിങ്ങളുടെ ആണെന്ന് സമ്മതിക്കട എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയാണ്. അവർ കരയുന്ന ശബ്ദം റീന പുറത്തു നിന്ന് കേൾക്കുകയും അത് കണ്ട് സഹിക്കാൻ പറ്റാതെ തുമ്പിയെ ഫോൺ വിളിച്ച് നീ അവരെ വിടാൻ പറ തുമ്പി എന്ന് പറഞ്ഞ് കരയുകയാണ്. തുമ്പി അത് കേട്ടതും ഉമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഉമ്മച്ചി അവരൊക്കെ വെറും പാവങ്ങളാണ്, അവരെ വിടാൻ പറ ഉമ്മ എന്ന് പറഞ്ഞ് കരയാനായി തുടങ്ങി. ഇതൊക്കെ കണ്ടു നിന്ന് ഉമ്മയാണെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടേ തുമ്പി, നിനക്ക് എന്റെ അവസ്ഥ വരരുതെന്ന് കരുതിയാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നതെന്ന് പറഞ്ഞു. ഉമ്മയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ തുമ്പി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി അബ്ബ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നു. അയാൾ വന്ന ഉടനെ തുമ്പി അയാളുടെ അടുത്തേക്ക് പോയി അബ്ബ അവരെ വിടണം, അവരൊക്കെ വെറും പാവങ്ങളാണ് എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അവരെ വിടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഇനി അവരെ എങ്ങാൻ കോടതി വെറുതെ വിട്ടാൽ അവരെ വല്ല കായലിലോ പുഴയിലോ കണ്ടാൽ അതിനും എന്നെ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് ഉപ്പ വലിയ ഡയലോഗ് അടിക്കുകയാണ്. ഇത് കേട്ട തുമ്പിയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ അബ്ബ അവരെ വിടുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് കാൽപോയെ വിളിച്ചു. ഇതേ നേരം കാൽപോ ആണെങ്കിൽ ട്രീസമ്മയുടെ സഹായത്തോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഞാൻ കാരണമല്ലേ കാൽപോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. ഇതേ നേരം കാൽപോ തുമ്പിയോട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചെങ്കിലും തുമ്പി കാൽപോയോട് ഒരു സോറിയും പറഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. തുമ്പി അവളുടെ കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്തിരുന്നു. ഉടനെ തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു. ശേഷം അവളുടെ മരണാനന്തര ചടങ്ങുകളാണ് കാണിക്കുന്നത്. ഒരാൾ അവളുടെ ഉപ്പയോട് ഇവിടെ ഇനി കാണാൻ ആരുമില്ലല്ലോ, ഒറ്റപ്പാലത്തേക്കല്ലേ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുകയാണ്. ഇത് കേട്ട തുമ്പിയുടെ ഉമ്മ അവളുടെ ഉപ്പയോട് ആദ്യമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എൻ്റെ മോൾക്ക് വേണ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരും ജീവിക്കുന്ന മണ്ണാണിത്, എൻ്റെ മോളെ ഇവിടെ അടക്കിയാൽ മതി, ഈ കാര്യത്തിലെങ്കിലും എൻ്റെ മോളുടെ ഇഷ്ടം എനിക്ക് നടത്തി കൊടുക്കണമെന്നും പറയുകയാണ്. ഇതേ നേരം കാൽപോയോട് അന്ന് അടിയുണ്ടാക്കിയ പയ്യന്മാർ പോലും ഈ കാര്യം അറിഞ്ഞ് അവനെ വളരെ സഹതാപത്തോടെ നോക്കുകയാണ്. കാൽപോ ആണെങ്കിൽ ആ ചടങ്ങുകളൊക്കെ കഴിയുന്നതുവരെ അവന്റെ സങ്കടം ഉള്ളിൽ അമർത്തി പിടിച്ചു. ശേഷം അവൻ അവന്റെ ഡാഡിയുമായി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പകുതിയിൽ കാറ് നിർത്താനായി പറഞ്ഞ് ഒരു കാടിന് നടുവിൽ പോയി ഉറക്കെ അലറിക്കൊണ്ട് അവന്റെ സങ്കടങ്ങളൊക്കെ കരഞ്ഞു തീർക്കുകയാണ്. അത് കണ്ട അവന്റെ അപ്പ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ വീട്ടിലേക്ക് എത്തിയ കാൽപോ തുമ്പിയെ തന്നെയായിരുന്നു സ്വപ്നം കാണുന്നുണ്ടായിരുന്നത്. കാൽപോ ഒരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ തുമ്പിയുടെ കബറിനടുത്തേക്ക് പോയി അവിടെ ഒരു ചെടിയും നട്ട് അതിന് വെള്ളവും ഒഴിച്ച് തിരിച്ചു വരുമ്പോഴാണ് അവളുടെ ഉപ്പയും ഉമ്മയും വരുന്നതായി കാണുന്നത്. ഇതവളുടെ കബറിലേക്കാണോ? മരിച്ചിട്ടല്ല കേട്ടോ മകളോട് സ്നേഹം കാണിക്കേണ്ടത്. കഴിഞ്ഞ 10-20 കൊല്ലമായി മരിച്ചാ നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഉപ്പയോട് അലറുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ തുമ്പിയുടെ ഉമ്മ കാൽപോയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. ഇതുവരെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഉമ്മ എന്നും പറഞ്ഞ് കാൽപ അവിടെ നിന്ന് നേരെ പോയത് ട്രീസമ്മയുടെ അടുത്തേക്കായിരുന്നു. അവർക്കും കാൽപോയുടെ അപ്പനോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. ആ കാര്യം കാൽപോയ്ക്ക് അറിയാമായിരുന്നു. ഞാനൊരു ദൂരയാത്ര പോവുകയാണെന്നും എന്റെ ഡാഡയ്ക്ക് ട്രീസമ്മയെ ഇഷ്ടമാണെന്നും നാട്ടുകാർ എന്ത് കരുതുമെന്ന് കരുതിയാണ് ഒന്നും തുറന്നു പറയാത്തത്. എപ്പോഴും ട്രീസമ്മ എന്റെ ഡാഡയുടെ കൂടെ വേണമെന്ന് പറഞ്ഞ് തുമ്പി അന്ന് പറഞ്ഞ വാക്കുകൾ അവൻ ട്രീസമ്മയോട് പറയുകയാണ്. ഒരു പക്ഷി അതിന്റെ ആയുഷ്കാലം മുഴുവൻ പറന്നാലും തണല് തീരാത്തൊരു മരമുണ്ട്. 7-ാം കടലിനപ്പുറത്ത് പരമസീമയിലെ സിതരവൃക്ഷം. അതിന്റെ തൊട്ടടുത്താണ് സ്വർഗം. നമ്മളെ ഒരുപാട് സ്നേഹിച്ചവർ, നമുക്ക് മുന്നേ പോയവർ, തിരഞ്ഞിട്ടും കണ്ടെത്താത്തവർ, അവരൊക്കെ നമ്മളെ കാത്ത് അവിടെ ഉണ്ടാവും. എനിക്ക് വേണ്ടി 2 പേർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും കേട്ട് ട്രീസമ്മക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാൽപോ അതിനുശേഷം ആത്മഹത്യ ചെയ്യാനായി കടപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ തുമ്പി ഒരു മാലാഖിയെ പോലെ വന്ന് അവനെ വിളിക്കുന്നതായി കാൽപോയ്ക്ക് തോന്നി. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ കൂട്ടുകാർ ആ കാഴ്ച കാണുകയും അവനെ രക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ അവന്റെ അച്ഛൻ അവനോട് പറയുകയാണ്, നിന്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ജീവിക്കാൻ എൻ്റെ ഈ മോന്റെ ഹൃദയമിടിപ്പ് മതിയായിരുന്നു. എൻ്റെ മോന് ജീവിക്കാൻ ഈ അപ്പന്റെ ഹൃദയമിടിപ്പ് മതിയാവില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ സോറി പറഞ്ഞുകൊണ്ട് കാൽപോ അവന്റെ അപ്പനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അങ്ങനെ അവന്റെ അപ്പന് വേണ്ടി ജീവിക്കാൻ തന്നെ കാൽപോ തീരുമാനിച്ചു. അവൻ തുമ്പിയുടെ മാടത്തത്തെ സ്വതന്ത്രമായി പറത്തിവിട്ടു. ശേഷം അവന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു കടപ്പുറത്തിരിക്കുന്ന സമയത്താണ് ഒരു തുമ്പി പാറി വന്ന് അവന്റെ ദേഹത്തിരിക്കുന്നത്. അതിനുശേഷം ആ തുമ്പി പാറി തുമ്പിയുടെ കബറിന് ചുറ്റുമായി പാറി കളിക്കുകയാണ്. അവിടെ കാൽപോ നട്ട ചെടിയിൽ നല്ല വെള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കഥ എല്ലാവരും രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.